നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ISL ഇന്നലെ നടന്ന മത്സരം ഏത് ടീമൊക്കെ ആയിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FC വേഴ്സസ് ചെന്നൈയിൻ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റി FC വിജയം കരസ്ഥമാക്കുകയായിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു വിട്ടതായിരുന്നു ചെന്നൈയിൻ FC. അതിനുശേഷം വീണ്ടും ഒരു വിജയം ആഗ്രഹിച്ചു തന്നെയായിരുന്നു ചെന്നൈയിൻ FC ഇറങ്ങിയെങ്കിൽ മുംബൈ സിറ്റി FC ചെന്നൈയിനെ തോൽപ്പിച്ചു വിടുക തന്നെയായിരുന്നു. അതേപോലെ തന്നെ ISL ഇന്ന് 2 മത്സരങ്ങളാണ് നടക്കുന്നത്. ഏതൊക്കെ ടീമാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ 5:30 ഒഡീഷ FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരുന്നു നടന്നത്. അതേപോലെ തന്നെ 7:30 നടക്കാൻ പോകുന്ന മത്സരം ഏതൊക്കെ ടീമാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് FC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഈ മത്സരങ്ങളിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരമാണ് നാളെ നടക്കുന്നത്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വമ്പൻ ജയത്തിന് വേണ്ടി. കാരണം അടുപ്പിച്ച് 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3 വമ്പൻ തോൽവികൾ ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് FC ഗോവയുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ FC ഗോവയുമായിട്ട് ഒരു വിജയം തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സമനിലയിൽ ഒന്നും കാര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമല്ലെന്ന് മണിക്കൂറിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകൾ നോക്കാം. പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വമ്പൻ താരം വരാൻ പോകുകയാണ്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന താരം തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ജോഷുവ എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ISL മത്സരം പോലും കളിച്ചിട്ടില്ലായിരുന്നു. ട്രെയിനിങ്ങിനിടെയായിരുന്നു താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നത്. അതേപോലെ തന്നെയായിരുന്നു അഡ്രിയാൻ ലൂണയും വമ്പൻ പരിക്ക് കാരണം പുറത്താണ് ഇപ്പോൾ. എന്തായാലും അഡ്രിയാൻ ലൂണയുടെയും ജോഷുവയുടെയും തിരിച്ചുവരവിനെക്കുറിച്ച് ആശാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മാർച്ചിൽ 2 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഉൾപ്പെടുമെന്നും ട്രെയിനിങ്ങിൽ ഏർപ്പെട്ട് കളിക്കുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഈ സീസണിൽ 2 താരങ്ങൾക്കും കളിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല എന്നാണ് ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിൽ താരങ്ങളെ കാണാൻ സാധിക്കുന്നതായിരിക്കും.